ശരിക്കും അതാണ് പ്രശ്നം. ഭാര്യ ജോലിക്ക് പോകാൻ പാടില്ല, അങ്ങനെയുള്ള കാശ് വേണ്ട. പോകുന്നില്ലായിരുന്നു ആദ്യം ഇവിടെ കല്യാണം കഴിഞ്ഞ ഞാൻ ഒരു മലക്കറി വാങ്ങിക്കാൻ പോലും വീട്ടിന് വെളിയിൽ ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ വീട്ടിൽ ഇരിക്കാൻ തയ്യാറ് തന്നെയാണ്. നമുക്കിപ്പം അതിനുള്ള വരുമാനം അദ്ദേഹത്തിന് ഇല്ല, അതുകൊണ്ട് കൂടെ താമസിക്കേണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ജോലിക്ക് പോകണ്ട, പക്ഷെ വരുമാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റുകയില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് താമസിച്ചാൽ മതി. ഇതാണ് സുരേന്ദ്രൻ്റെ. ഒരു മാസം മോക്ക് എത്ര രൂപ ചിലവാകുമെന്ന് ഒരു പെൺകുട്ടിയാണ്, ഒരു അമ്മയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഒരു മോളേ ഉള്ളൂ. അങ്ങനെ ഒരു മാസം അവിടെ കാര്യത്തിന് തന്നെ എനിക്ക് 2000 രൂപ കൂടുതലാകുന്നുണ്ട്. 2000 രൂപയല്ല, 3000 പഠിപ്പിക്കണമെന്ന് താല്പര്യമുണ്ടോ? നല്ലപോലെ പഠിപ്പിക്കണം. അതെങ്ങനെയാ പൈസ ഉണ്ടാവും? 2000 രൂപ മാസം വേണം. അവള് പറയുന്നല്ലേ, അവള് പറഞ്ഞ ട്യൂഷൻ ഫീസ് കുറവാണ് പറഞ്ഞത്. ട്യൂഷൻ എത്ര കൊടുത്തിട്ടുണ്ട് സുരേന്ദ്രൻ ഇതുവരെ? 350 രൂപ. സുരേന്ദ്രൻ എത്ര കൊടുത്തിട്ടുണ്ട് ഇത്ര മാസത്തോളം? ട്യൂഷൻ ഫീസ്, ഒരു പെൺകുട്ടി പഠിക്കണമെങ്കിൽ ട്യൂഷൻ ഫീസ്, വസ്ത്രം, അതിന്റെ ബാക്കിയുള്ള ആവശ്യങ്ങളെല്ലാം ആ നിവൃത്തിക്ക് എത്ര രൂപ കൊടുത്തിട്ടുണ്ട് മാസം? അതിനാവശ്യത്തിന് വസ്ത്രമൊക്കെ മേടിച്ച് കൊടുക്കും. എത്ര രൂപ കൊടുത്തിട്ടുണ്ട് മാസം? എത്ര കൊടുക്കുന്നുണ്ട് മാസം? എത്ര ഞാൻ കൊടുക്കുന്നില്ല സാറേ. ഈ കൊടുക്കാതെ കുട്ടി എങ്ങനെ പഠിക്കും? സുരേന്ദ്രൻ ഒരു കാര്യം പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്നു പറയുമ്പോൾ തന്നെ സുരേന്ദ്രൻ ഇപ്പം കൊടുക്കുന്നില്ല. 9 മാസമല്ല മുമ്പ് കൊടുക്കുന്നില്ലോ. ഞാൻ അതിന് മുമ്പ് അവളല്ലേ പറഞ്ഞു കൊടുത്തിട്ടില്ലാന്ന്. എത്ര ഞാൻ പറഞ്ഞില്ലല്ലോ. അവള് ഞാൻ സുഖമില്ലാതായിട്ട് 9 മാസം. ഓക്കെ. അപ്പൊ അതിന് മുന്നേ അവള് പറയുന്നുണ്ട് 2-3 മാസം കൂടുമ്പം 2000 തരും, 3000 തരും, 4000 തരും അവള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ സാറേ 2.5 വർഷത്തിന് മുമ്പ് ഞാൻ പൈസ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു? ഈ 2000, 3000 2-3 മാസം കൂടുമ്പോൾ കൊടുത്താല് ജീവിച്ചു പോകാൻ പറ്റുമോ? അത് അവള് പറഞ്ഞതല്ലേ. അല്ല, സുരേന്ദ്രൻ പറ എത്ര കൊടുത്തു? എത്ര കൊടുത്തെന്ന് പറ. 5000 കൊടുക്കുന്ന ദിവസമുണ്ട്, 4500 കൊടുക്കുന്ന ദിവസമുണ്ട്. എല്ലാ മാസം കൊടുക്കും? എല്ലാ മാസവും അല്ല, ചിലപ്പോൾ 1.5 മാസം 2 മാസം കൂടുമ്പോൾ ഞാൻ 1.5 മാസം 2 മാസം കൂടുമ്പോൾ ഇത്രയും പൈസ കൊടുത്താൽ ഒരമ്മയും മകൾക്കും ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് കൊണ്ട് ജോലി ചെയ്യിക്കാതെ പറ്റുമോ? അവർക്ക് ജോലിക്ക് പോയാൽ തെറ്റുണ്ടോ? അവള് ജോലിക്ക് പോകട്ടെ. അല്ല, അങ്ങനെ ജോലിക്ക് പോകുമ്പോൾ സുരേന്ദ്രൻ കൊണ്ട് ജോലിക്ക് പോയിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് താമസിച്ച് മകളെയും പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ എന്താ പ്രശ്നം എന്നുള്ളതാണ്. അവള് ജോലിക്ക് പോകട്ടെ. അത് ഒന്നിച്ച് താമസിച്ചൂടെ? ഒന്നിച്ച് താമസിക്കാൻ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് രീതിയുണ്ട്. സുരേന്ദ്രൻ തന്നെ വരുമാനം ഉണ്ടാക്കണം, ആ വരുമാനത്തെ കൊണ്ട് ഭാര്യയെയും കുട്ടിയെയും നോക്കാനായിട്ടുള്ള അതല്ല പൈസരല്ല, എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് രീതിയുണ്ട്. അത് ഞാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം വേണം. ആ സമയം ഞങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചാൽ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത്. ഇതല്ലേ സാറേ, നമ്മളെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ ഓരോ ചിന്തകൾ കാണും. എന്താ ചിന്ത ഞങ്ങളോട് അറിയട്ടെ. ചിന്തയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഇത്രയും ദിവസം എൻ്റെ വീട്ടിൽ നിന്നുള്ള വാരിക്കൊണ്ട് പോകാൻ സമയത്ത് ഞാൻ പറഞ്ഞു സാധനം കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞു. ലാസ്റ്റിൽ പോലീസിനെ വിളിച്ച് സ്റ്റേഷനിൽ കയറ്റി. ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ വാരിക്കൊണ്ട് പോയത് എന്റെ സാധനം എവളെ കെട്ടിക്കൊണ്ടുവരുമ്പോ എന്തായാലും വീട്ടിൽ സാധനം കാണുമല്ലോ. എവളെ കല്യാണം കഴിച്ചോണ്ട് കൊണ്ടുവരാം, വീട്ടിനകത്ത് എന്തെങ്കിലും സാധനം കാണുമല്ലോ. സുരേന്ദ്രൻ ആ കൊണ്ടുപോയതുണ്ടല്ലോ, അവിടെ കിടന്ന ഒരു ഉപ്പ് ചിരട്ടോല അവിടെ ഉള്ള അതെല്ലാം വാരിക്കൊണ്ട് പോയി. ആ തറയിൽ ഞാൻ കിടന്നവിടെ. ആ സാധനങ്ങൾ തിരിച്ചു കൊണ്ടിടിച്ചാൽ പരാതി തീരുവോ? എനിക്ക് ആ ഒറ്റ സാധനം എന്റെ വീട്ടിനകത്ത് ഞാൻ കയറ്റിക്കത്തില്ല. അഥവാ അവളെ പൊറുക്കാൻ വന്നാലും ശരി, ആ ഒരു സാധനം എന്റെ വീട്ടിനകത്ത് ഞാൻ കയറ്റിക്കത്തില്ല. അവർക്ക് തെറ്റുപറ്റാ കൂടെ, അവർക്ക് തെറ്റുപറ്റിക്കൂടെ? അവളെന്ത് സാധനം കൊണ്ട് അവളെ വീട്ടിൽ, അല്ല അവളെ വീട്ടിട്ടോട്ട്. ഞാൻ താമസിക്കാൻ വരുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനം നടക്കാത്ത കാര്യമല്ലേ വന്നത്. താമസിക്കാനായിട്ട് വരുമാനമില്ല, വരുമാനം എന്നുണ്ടാകുന്ന അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞത് ഒരു 6 മാസം കൂടി കഴിയട്ടെ. എന്ത് കാര്യമെന്ന് പറ. ഞാൻ എൻ്റെ കുടുംബം എൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് സ്വന്തമായിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു സുപ്രഭാതത്തിൽ അതൊന്നും സാധനം എല്ലാം വാരിക്കൊണ്ട് നിന്നെ വേണമെന്ന് വാരി കൊണ്ടുപോയി. അപ്പൊ അവള് നിങ്ങളുടെ ഭാര്യയല്ലേ കൊണ്ടുപോയത്? വേറെ ആരും അല്ലല്ലോ. വേറെ ആരും അല്ല കൊണ്ടുപോകട്ടെ. സാധനം പോകുമ്പോഴത്തേക്ക് ജീവിതം തീർന്നോ? എൻ്റെ ജീവിതം തീർന്നിട്ടില്ല. എൻ്റെ ജീവിതം നിന്ന് എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ ഇന്ന് ജീവിച്ചോ. ഭാര്യ വേണ്ട, ഭാര്യ വേണമെന്ന് എനിക്ക് നിർബന്ധമില്ല. എൻ്റെ കൊച്ചിന് വേണ്ടി ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. വിവാഹം കഴിച്ചെന്ന് പറഞ്ഞാൽ അവളെ പോറ്റാൻ വേണ്ടി തന്നെ വിവാഹം കഴിച്ച. പക്ഷെ അത് അവളെ കൊഴുപ്പ് കൊണ്ട് അവൾ വാരിക്കൊണ്ടുപോയി. അത് എൻ്റെ കുറ്റമല്ല. അതൊരു തെറ്റാണോ? തെറ്റാണത്. നിങ്ങൾ അവരെ സംരക്ഷിക്കാതെ വന്ന ദേഷ്യത്തിനല്ലേ അത് വാരിക്കൊണ്ടുപോയത്? അതുകൊണ്ട് ഞാനിപ്പോഴും പറഞ്ഞ 3 മാസം കൂടി കഴിയട്ടെ. അല്ല, ആ 3 മാസം അല്ല 3 അല്ല 6 മാസം ഞാൻ പറഞ്ഞത്. എന്നാലും ഞാൻ 3 മാസം ഞാൻ ഇപ്പോൾ വെച്ചിരിക്കുവോ. അത് ഞാൻ ഒപ്പ് വയ്ക്കാനും തയ്യാറല്ല. നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞ് ജീവിക്കാൻ ന്യായമായ യാതൊരു കാരണങ്ങളും ഞങ്ങൾ കാണുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടോ ഒരകൽച്ച വന്നിരിക്കുന്നു. ഈ അകൽച്ച ഒരു 3 മാസത്തിനകം തീർക്കാമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത്. ആ പറച്ചില് യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, എൻ്റെ ഭാര്യയോട് തീരുമാനിക്കുന്നത്. സുരേന്ദ്രനും ഭാര്യയും കുഞ്ഞുമായിട്ട് ഒത്ത് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു കാലം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ കരുതുന്നു. ഞങ്ങൾ സുരേന്ദ്രനായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. സുരേന്ദ്രൻ പറയുന്നതായ
ചില കാര്യങ്ങൾ അതാണ്. ഇപ്പം ഭാര്യയുടെയും തെറ്റ് വന്നിട്ടുണ്ട്, ആ തെറ്റൊക്കെ തിരുത്താൻ ഭാര്യ തയ്യാറാണ്. സുരേന്ദ്രൻ്റെയും തെറ്റ് നിന്നിട്ടുണ്ട്, അതൊക്കെ തിരുത്തി കഴിഞ്ഞു ഓൾറെഡി. എങ്കിൽ പോലും ഒരു കുട്ടി 13 വയസ്സായ ഒരു മകളുടെ ഭാവിയെ കരുതിയെങ്കിലും സുരേന്ദ്രനോട് ബാക്കി എല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് തയ്യാറെടുക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് വളരെ താഴ്മയോടുകൂടി അഭ്യർത്ഥിക്കുകയും അദ്ദേഹത്തിന് അത് ശരിയാണെന്നുള്ള ബോധ്യം ഉണ്ടായതായിട്ട് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ എന്തോ ചില കാരണങ്ങളുണ്ട്, നമ്മൾ പറയാൻ മടിക്കുന്ന കാരണങ്ങൾ, അതായത് നമ്മൾ എത്രയോ പറഞ്ഞിട്ട് പോലും വിമുഖത കാണിക്കുന്ന കാരണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ആ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു തീരുമാനമെടുക്കാൻ പല കാരണങ്ങളും പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളത് ഗുഡ് ഫെയ്ത്തിലെടുക്കുക, അത് വിശ്വസിക്കുന്നു. എൻ്റെ വിശ്വാസം 3 മാസം കഴിയുമ്പോൾ അതിനു മുമ്പ് തന്നെ സുരേന്ദ്രൻ പറഞ്ഞ വാചകമുണ്ട്, ഇത് ചിലപ്പോൾ 1 മാസം കൊണ്ട് തന്നെ ഞാൻ മടങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെ നമ്മളോട് ഗുഡ് ഫെയ്ത്തിലെടുക്കുക. അതിനുള്ള കാരണങ്ങൾ എന്തായാലും ദൈവം അതിനുള്ളതായ വഴി കാണിച്ചു തരും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതനുസരിച്ചിട്ട് സുരേന്ദ്രൻ കാണിക്കുന്നതായിട്ടുള്ളതായ ഈ നല്ല ഗസ്റ്റർ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും അതിനുവേണ്ടി സഹകരിക്കുകയും ആ കുട്ടിയുടെ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു അഡോളസൻ്റ് ഡേയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളതായ ചെറിയ ചീത്തപ്പേരുകളൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട് എന്നും കൂടെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ ഭാവിക്ക് സുരക്ഷിതത്വം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നാളെ വഴിയെ പോകുമ്പോൾ ആൾക്കാർ ചീത്ത വിളിക്കുകയോ കളിയാക്കുകയോ ചെയ്യാതിരിക്കേണ്ട വളരെ ഗുരുതരമായൊരു ആവശ്യം നമുക്കുണ്ട്. അതും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആ ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ ഉടനെ തന്നെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിവേ അദ്ദേഹം പറയുന്നത് 3 മാസത്തിനുള്ളിൽ ഭാര്യയെ കൊണ്ടുപോയിക്കൊള്ളാം. ഒരു എഴുതി തയ്യാറാക്കിയൊരു രാജ്യഹർജി അദ്ദേഹം ഒപ്പിടാൻ തയ്യാറുമല്ല. അപ്പോൾ അതൊരു രാജ്യഹർജി തയ്യാറാക്കാതെ തന്നെ അതിൽ ഒപ്പിടിക്കാതെ തന്നെ ഈ അദാലത്ത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും. ഇനി എന്തായാലും രണ്ടുപേരും ഒരുമിച്ച് ചേരണം. ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു, നല്ലൊരു നിങ്ങളെ രണ്ടുപേരും കാണേണ്ട നല്ലൊരു ഭർത്താവും ഭാര്യയായിട്ട് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും നിങ്ങളിലുണ്ട്. അപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം.